നമ്മൾ ചെയ്യുന്ന പല റിച്വൽസും തന്ത്രശാസ്ത്രപരമായിട്ടുള്ളതാണ്. പല കാര്യങ്ങളും ഈ സർ ജോൺ വുഡ്രൂഫ് ശക്താൻ്റെ ശക്തി എന്ന് പറയുന്ന ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള 1904 മറ്റുമാണ് ആ ബുക്ക് ഇറങ്ങുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കലും ചെയ്യാം. കാരണം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച താന്ത്രിക പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള ബുക്കുകൾ അദ്ദേഹത്തിൻ്റെയാണ്. തന്ത്രത്തിൻ്റെ ജിജ്ഞാസുക്കളായിട്ടുള്ള ആൾക്കാർ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് തന്ത്ര, ദ സെർപ്പൻ പവറിനെ കുറിച്ച് മാത്രം ഒരു ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചക്ര സിസ്റ്റത്തെക്കുറിച്ചും ഇന്നത്തെ ചക്ര മെഡിറ്റേഷൻ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ആ ക്ലാസ്സിൽ നമുക്ക് പറയാം. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പല പുസ്തകം ശക്താനുശക്തി, ശിവശക്തി ഐക്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന അതിൻ്റെ ഒരു തത്വത്തെക്കുറിച്ചും കൂടുതലും അദ്ദേഹം ബംഗാളി ശാക്തേയ ഇതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു തന്ത്രത്തിൻ്റെ 4 തലങ്ങളിൽ ചര്യാപാദവും ക്രിയാപാദവും അല്ല അദ്ദേഹം കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ ജ്ഞാനപാദവും യോഗപാദവുമാണ് കൂടുതലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഏരിയയിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, എവിടെയൊക്കെ മണിനാദം കേൾക്കുന്നുണ്ടോ അവിടെ എവിടെയൊക്കെ തന്ത്രമുണ്ട് എന്ന് പറയണം. എവിടെയൊക്കെ പുക കാണുന്നുണ്ടോ അതിൻ്റെ പിന്നിൽ അഗ്നി ഉള്ളതുപോലെ എവിടെയൊക്കെ റിച്വൽസ് കാണുന്നുണ്ടോ അതിന് പിന്നിൽ തന്ത്രശാസ്ത്രമുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പലതും നമ്മളുടേതായിട്ടുള്ള നമ്മുടെ ക്ഷേത്രാരാധന, കേരളീയമായിട്ടുള്ള ക്ഷേത്രാരാധന, നമ്മുടെ പുരാണത്തിലുള്ള പല കാര്യങ്ങളും ഇതെല്ലാം തന്ത്രശാസ്ത്രമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് സത്യം.